വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണ് അച്ചപ്പം. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആക്ച്വലി അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അരി പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അച്ചപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബോൾ എടുത്തു. ഇതിലേക്ക് 1/2 കിലോ അരി കുതിർത്ത് പൊടിച്ചതാണ് കേട്ടോ. അതിനകത്തേക്ക് ഇടാം. ഇത് കപ്പിലെടുക്കുകയാണെങ്കിൽ ഒരു 4 കപ്പ് പൊടിച്ച അരിയുണ്ട്. ഇത് വറുത്തതല്ല, വറക്കാതെ പൊടിച്ച അരിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 1/2 കിലോ അരി എടുക്കുക, കുതിർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ മില്ലിൽ കൊടുത്ത്, വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തേക്കുന്നതാണിത്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ, 1/2 ടീസ്പൂൺ സോൾട്ട്, 2 മുട്ട, ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് 3/4 കപ്പ് തേങ്ങാപ്പാലാണ്. അതിൽ നിന്ന് ആവശ്യമുള്ളതിനകത്തേക്ക് ഒഴിക്കാം. എപ്പോഴും ഒഴിക്കുമ്പോൾ ഗ്രാജുവലി ആഡ് ചെയ്യുക. കാരണം നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചപ്പം ശരിയാവാണ്ട് വരും. അപ്പം അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുറച്ചുകൂടെ ഒട്ടും കട്ടയില്ലാതെ എടുക്കുക. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഷുഗറിൻ്റെ തരി ഫീൽ ചെയ്യില്ല. അതുപോലെ ഷുഗർ ഫുള്ളി ഡിസോൾവ് ആണ്. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം അരി പൊടിപ്പിക്കുമ്പം നമ്മൾ യൂഷ്വലി അപ്പത്തിൻ്റെയൊക്കെ പരുവത്തിന്, അപ്പം പത്തരിക്കൊക്കെ എടുക്കുന്ന പരുവത്തിന് അത്രയും ഫൈനായിട്ടുള്ള പൊടിയായിട്ട് വേണം എടുക്കാൻ. പിന്നെ 1/2 കിലോ ഒക്കെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് മിക്സിയിലിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ച ശേഷം നന്നായിട്ട് വെള്ളം വാലാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഒരു അയവായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നിർത്തുകയാണ്. നമ്മൾ ഫസ്റ്റ് അച്ചപ്പം ഉണ്ടാക്കാൻ നമുക്ക് അതിൻ്റെ കറക്റ്റ് പരുവം അറിയാൻ പറ്റും. അച്ചപ്പം ഇട്ട് കഴിയുമ്പോൾ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ എള്ള് കൂടെ ചേർക്കാം. വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കാറില്ല. ഇത് ഒരു 1/2 മണിക്കൂർ വെച്ചാൽ നല്ലത്. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ 1/2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് പരുവം ഇച്ചിരി ബെറ്റർ, ടെക്സ്ചർ വൈസ് ഇച്ചിരി ബെറ്റർ. 1/2 മണിക്കൂർ നമുക്കത് മാറ്റി വെക്കാം. ബാറ്റർ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്തു. ഇനിയും എണ്ണ ചൂടാക്കി നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന അച്ച് എണ്ണയ്ക്കകത്ത് മുക്കി വെക്കുക. എണ്ണ ചൂടാകുന്ന വരെ അതിനകത്ത് കിടക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അച്ചേന്ന് വിട്ട് വരാണ്ട് വരും. എണ്ണ ചൂടാക്കുമ്പം തന്നെ അച്ചൂടിട്ട് വെക്കുക. അപ്പോൾ നമ്മളിവിടെ 3/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു. തിക്ക് കോക്കനട്ട് മിൽക്ക് എടുത്തെങ്കിൽ നമ്മൾ ഫുൾ ചേർത്തിട്ടില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ തിക്കാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചേർക്കും. ഇരിക്കും തോറും ഇത് ഇച്ചിരി തിക്കാവും ബാറ്റർ. ആ സമയത്ത് നമ്മൾ കുറേശ്ശെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാൻ ഈ ബാറ്റർ ഫ്രൈ ചെയ്യാനുള്ള സൗകര്യത്തിൽ ഞാൻ കുറച്ച് ഈ ചെറിയ ബോളിലേക്ക് ആക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമ്മൾ അച്ച് ഒരു 3/4 ഭാഗം ഇതിനകത്തേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. യൂഷ്വലി എപ്പോഴും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇളകാണ്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് എപ്പോഴും ചെക്ക് ചെയ്യുക.
ബ്രൗൺ കളറാകുമ്പോൾ മാറ്റാം. വീണ്ടും അച്ച് ചൂടാവണം. നമ്മൾ ചെറിയ പാത്രത്തിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്, ഇച്ചിരി സമയം എടുക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അച്ച് ചൂടായിട്ട് വീണ്ടും ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം മാവിന് തിക്നെസ് തോന്നുവാണെങ്കിൽ കുറച്ച് പാല് ചേർക്കുന്നുണ്ട് ഡൈല്യൂട്ട് ചെയ്യുക. നല്ല ഹോട്ടായി കഴിയുമ്പോൾ മാവിലേക്ക് ഡിപ്പ് ചെയ്യുക. 3/4 ഡിപ്പ് ചെയ്യുക. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി, അത് വിട്ടിങ്ങി പോരും. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ടേൺ ചെയ്യുക. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കുക. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ വലിയ ചട്ടി വെക്കുക. 2 അച്ചൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായി, ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തിക്കാവുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇച്ചിരി ഒന്ന് ലൂസായി കൊടുക്കണം. ഒത്തിരി തിക്കായാലും നമ്മുടെ അച്ച പിടിക്കാതെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. അതേപോലെ എണ്ണ ചൂടായില്ലെങ്കിലും അച്ചയിൽ പിടിക്കാണ്ട് എല്ലാം കൂടെ ഇതിനകത്തേക്ക് വരും, മാവ് ഇതിനകത്ത് കട്ടായിട്ട് കിടക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്ത് വെക്കുക. അതിനകത്ത് വേണം മുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി ഫുൾ ക്വാണ്ടിറ്റി മാവിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ കട്ട കെട്ടുന്ന അതിനകത്ത് കിടക്കും. ചൂട് ആയിട്ടില്ലാതെ നമ്മൾ മുക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ടകളിനകത്ത് കിടക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ബാറ്റർ എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്യുക. നമ്മൾ കുറേ ഉണ്ടാക്കി ഇനി ബാക്കി ബാറ്ററോട് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇപ്പം നോക്കിയാൽ നല്ല തിക്ക് ബാറ്ററാണ്. ഇതൊന്ന് ചെറുതായിട്ട് ലൂസാക്കി എടുക്കണം. ബാറ്റർ തിക്കാകുമ്പോൾ എപ്പോഴും കുറേശ്ശെ തേങ്ങാപ്പാലോ വെള്ളമോ ചേർക്കാം. തേങ്ങാപ്പാലില്ലെങ്കിൽ വെള്ളം ചേർക്കാം. തേങ്ങാപ്പാലാണ് മോർ ടേസ്റ്റി.
ഈ ഒരു കളറാകുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചപ്പംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഒരു ബാസ്ക്കറ്റ് നിറച്ച് അച്ചപ്പം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കൂടാതെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ കുറച്ച് സ്നാക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ പറ്റിയൊരു ഐറ്റമാണ് അച്ചപ്പം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യാം. ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അച്ച് നല്ല ചൂടായിരിക്കണം. അച്ചപ്പത്തിൽ മുക്കുമ്പോൾ, അച്ചപ്പത്തിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ല ചൂടായിരിക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇൻ കേസ് നമ്മൾ ബാറ്റർ ലൂസായി പോയെന്ന് വിചാരിച്ചാൽ, സപ്പോസ് ലൂസായി പോയാൽ അത് നിങ്ങൾ കുറച്ച് മൈദ, 1 ടേബിൾ സ്പൂൺ മൈദ എല്ലാം ഇട്ട് അതിനെ തിക്കാക്കി എടുക്കാം. അപ്പോൾ ആ 2 കാര്യങ്ങൾ നോക്കുക. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. വീണ്ടും ഇതേപോലെ നല്ല വ്യത്യസ്തമായ വീഡിയോസിൽ, നാടനും പുതുമയുള്ളതും ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോസിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.